രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവ പരിചയമുള്ള പോലീസുകാരുടെ അസാന്നിധ്യം ആദ്യം മുതൽ തന്നെ പ്രകടമായിരുന്നു. ഒപ്പം ഈ ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ, ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്ന വൈകിയ പശ്ചാത്തലമുണ്ട്. കോർഡിനേഷനൊക്കെ ഇല്ലാതിരുന്നുവെന്ന് ആദ്യഘട്ടത്തിൽ വിമർശനം ഉയർന്നു. പക്ഷേ ഇടയ്ക്കൊന്ന് തിരക്ക് കുറഞ്ഞതുകൊണ്ട് ആ പ്രശ്നങ്ങൾ മാറിയെന്ന് വീണ്ടും സമാനമായി തന്നെ തിരക്ക് കൂടിയപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിച്ചു. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം രാഹുൽ, പറഞ്ഞോളൂ. അവിടെയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ. അത് ആരെയും കുറ്റം പറയാനല്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വലിയൊരു സ്ഥാനമുണ്ട്. കാര്യം വനം വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതും പോലീസ് അയ്യപ്പന്മാരെ അല്ലെങ്കിൽ പോലീസ് വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ അംഗങ്ങളുമാണ്. അമ്പലത്തിലെ അല്ലെങ്കിൽ ശബരിമലയിലെ എല്ലാവിധ ആത്മീയ കാര്യങ്ങളിലെ അവസാന വാക്ക് തന്ത്രിയാണ്. പക്ഷെ സെക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. ഇറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്ന ആർജവും ഊർജവും അവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ശ്രീ പ്രശാന്ത് അടക്കം വളരെ വിദഗ്ധരായ വ്യക്തികളാണ്. യുവജന കാര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നൊരു നേതാവാണ്. അദ്ദേഹത്തോട് ആദരവേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അടക്കം അവസരത്തിനൊത്ത് ഉയർന്ന് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തി പ്ലാൻ ചെയ്ത് പോവുകയാണ് നമുക്കുള്ള ഏക മുമ്പോട്ടുള്ള വഴി. കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ നമ്മൾ തിരുപ്പതിയിലൊക്കെ പോയാൽ യഥാർത്ഥത്തിൽ നമുക്ക് അസൂയ തോന്നും. എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാമാഖിയെ പോകുമ്പോഴോ ബാക്കി അമ്പലങ്ങളിൽ പോകുമ്പോഴോ എന്തിന് ആറ്റുകാൽ പൊങ്കാല പോലും ആ ക്ഷേത്രം സ്വന്തമായി നടത്തുകയാണ്, ബാക്കി എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പോടുകൂടി അല്ലെങ്കിൽ സെൻസ് ഓഫ് ഡിവോഷനോടുകൂടി അയ്യപ്പനോടുള്ള ഭക്തിയോടുകൂടി അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയണം. ആ സ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ, ഭാരതകേസരിയായ യുഗപ്രഭാവനായ മന്നത്ത് പത്മനാഭനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ആർ ശങ്കർ ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പർ. അത്രമാത്രം വലിയൊരു സ്ഥാനമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ അമ്പലങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോഡികളിൽ ഒന്നാണ്. 1258 അമ്പലങ്ങളുണ്ട്. അതിൽ 100 അമ്പലങ്ങളിൽ താഴെ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെൽഫ് റിലയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന ക്ഷേത്രങ്ങൾ. ബാക്കി 1000 അമ്പലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ശബരിമലയാണ്. അവിടുത്തെ ജീവനക്കാരെ, അവിടുത്തെ പൂജാരിമാരെ, അവിടെ ഒരു തിരി കത്തിക്കാൻ പോലും ഇതിൽ നിന്നുള്ള ഫണ്ടാണ് എടുക്കുന്നത്. മാത്രമല്ല ഈ തീർത്ഥാടന കാലം എല്ലാ ഈ പിൽഗ്രിമേജ് റൂട്ടിനെ തന്നെ എനർജൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ സമ്പദ്ഘടനയെ പോലും കാര്യമായി സ്വാധീനിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ശബരിമല. അവിടെയാണ് ജി സുധാകരൻ സാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഒരു കണക്കും എടുക്കുകയുണ്ടായി. നിയർലി കേരള സംസ്ഥാനത്തിലേക്ക് 10,000-ലധികം കോടി രൂപ ശബരിമല തീർത്ഥാടനം കാരണം വരുന്നു. കാര്യം കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്നു, അവരാഹാരം കഴിക്കുന്നു, വസ്ത്രങ്ങൾ മേടിക്കുന്നു, പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു, താമസിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറെ കൂടെ ശ്രദ്ധയും ജാഗ്രതയും ഇതിനുണ്ടാകണം. ഇത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെയും ജീവനെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ക്യാരിയിങ് കപ്പാസിറ്റി അടക്കം കൃത്യമായി ഡിഫൈൻ ചെയ്ത് കുറെ കൂടെ ബെറ്റർ മാനേജ്മെന്റ് വേണം. അത് വിമർശിക്കാൻ വേണ്ടിയല്ല, നമുക്ക് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ജനുവരി 14 വരുമ്പോൾ വലിയൊരു തിരക്ക് വരും. മകരവിളക്കിന്റെ അവസരത്തിൽ വലിയ തിരക്കാണ്. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സ്ഥലങ്ങളിൽ തമ്പടിക്കും. ദൗർഭാഗ്യവശാൽ മുമ്പ് നടന്ന, എനിക്ക് ആ പേര് പോലും പറയാൻ ആഗ്രഹമില്ല, മുമ്പ് നടന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഈ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ അത് മകരവിളക്ക് കാണാൻ നിൽക്കുന്ന അവസരങ്ങളിലുള്ള ഫെസിലിറ്റി വേണം, സെക്യൂരിറ്റി വേണം. പാതയിലൂടെയൊക്കെ കയറി വരുന്ന പലർക്കും ഈ നമുക്കറിയാം ദുർഘടമായ പാതകൾ കൂടി വരുന്ന അയ്യപ്പഭക്തന്മാർക്കൊക്കെ വേണ്ട സൗകര്യമില്ല, ശുദ്ധജലം കുടിക്കാനുള്ള പശ്ചാത്തലമില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ നമ്മളോട് പറയുന്ന മാധ്യമപ്രവർത്തകർ നമ്മളോട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവിടെ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. കുറെ കൂടെ എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് വേണം. അവിടെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് വേണം, വെള്ളം വേണം, ആഹാരം വേണം. ക്യൂ നിൽക്കുമ്പോൾ അവരെ ഒരു സ്പിരിച്വലി എൻഗേജ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം. തിരുപ്പതി പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും. വഴിയിലൊക്കെ TV ഉണ്ട്. അവിടെ വെങ്കടേശ്വരന്റെ അല്ലെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിന്റെ ജീവിതചര്യയും കഥകളും ഗാനങ്ങളും ഒക്കെ ഇടുന്നൊരു ഇതുണ്ട്. നമുക്ക് ശബരിമല ഇതെല്ലാം ചെയ്യാം. ഒരുപാട് പേരതിന് വേണ്ടി കാശ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ ഒരു സെന്റർ പോയിന്റ് ആയിട്ട് നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം. ആ കോർഡിനേഷൻ ചിലപ്പോഴെങ്കിലും നമുക്ക് ലാക്കിംഗ് അല്ലേ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഇവിടെ CPM ഉം BJP യും കോൺഗ്രസും ഒന്നുമില്ല. ഇവിടെ ഭക്തർ മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളം ബാക്കി ഇന്ത്യയിലുള്ള ഇതര സംസ്ഥാനങ്ങൾക്ക് ആതിഥ്യം വരുകയാണ്. വിശിഷ്യ സൗത്ത് ഇന്ത്യ, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഇപ്പം മഹാരാഷ്ട്ര ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ആതിഥ്യം വരുകയാണ്. 15 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ആതിഥ്യം വരുകയാണ്.
കുറെ കൂടെ ഗൗരവമായിട്ട്, കുറെ കൂടെ സീരിയസ് ആയിട്ട്, കുറെ കൂടെ ബെറ്റർ മാനേജ്മെന്റോട് കൂടി എടുക്കണം. ഇല്ലെങ്കിൽ എന്താ പറയണത്, ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ അഭിമാനത്തിന്റെ കാര്യമാണ്, രണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അധികമാണ്. ഇത്തവണ തന്നെ രണ്ടുപേർ, ഒരു പെൺകുട്ടി അടക്കം രണ്ടുപേര് മരിച്ചതായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ കാണാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും കുറെ കൂടെ ഊർജ്ജത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും, ജനുവരി 2ാം ആഴ്ചയാണ് ഏറ്റവും തിരക്ക് വരുന്നത് മകരവിളക്കിൽ. ഇത്തവണത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ 1 ലക്ഷത്തോളം ഭക്തരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് എങ്കിൽ പോലും വരുമാനം 18 കോടിയോളം രൂപ കുറഞ്ഞു എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡിനെ ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ്. അല്ല, പൊതുവെ ഏറ്റവും കൂടുതൽ ശബരിമല വരുമാനം വരുന്നത് ഈ അരവണ സെയിൽസിലൂടെയൊക്കെയാണ്. ഒരുപാട് പേര് അരവണ അവർക്ക് കഴിക്കാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൂട്ടുകാർക്ക് നൽകാനും നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്തരം ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഇതൊന്നും സമ്പത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും സാമ്പത്തികമായ ഒരു എക്കോസിസ്റ്റം കൂടി ഈ കാര്യത്തിലുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഇത് സാമ്പത്തികമായ കാര്യം. ഇതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത്. നമ്മൾ ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രധാനമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല ഉള്ളത് കൊണ്ടാണ്. കുറെ കൂടെ ഫെസിലിറ്റി വേണം. പിന്നെ ഒരു കാര്യം ഏറ്റവും വിനയത്തോടെ പറഞ്ഞോട്ടെ, 1 ലക്ഷം ആൾക്കാർ വരുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. ഇതിനു മുമ്പ് പല വർഷങ്ങളിൽ 1 ലക്ഷത്തെക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. പെർ ഡേ സിറ്റ്സ് 1 ലക്ഷത്തിൽ കവിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്തൊക്കെയോ മാനേജ്മെന്റ് ഫെസിലിറ്റീസ് തകരാറിലായി, വേണ്ട രീതിയിൽ ക്യൂ നിയന്ത്രിച്ചില്ല, വേണ്ട രീതിയിൽ ദർശനം കഴിഞ്ഞവരെ വെളിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ഫെസിലിറ്റീസ് പ്രോംപ്റ്റ് ആക്കിയില്ല. ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. നമുക്കൊരു എസ്റ്റിമേഷൻ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ. അപ്പം കുറെ കൂടെ ക്രൗഡ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ബെറ്റർ ആകണം. അതിന് കുറെ കൂടെ സമയം നമ്മൾ ഇതിന് ചെലവഴിച്ച് ഒരു ടെമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റം നന്നാക്കുന്ന രീതി വേണം. അത്തരം കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. കാര്യം ഈ വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയമല്ല, ഭക്തിയും ദൈവവുമാണ്. അയ്യപ്പൻ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്. കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ. ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനിച്ച ഏക ദൈവസങ്കല്പമാണ് അയ്യപ്പൻ. തമിഴ്നാട്ടിൽ മുരുകനും മറ്റ് നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. അപ്പം കേരളത്തിന്റെ സ്വന്തമാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ സെലിബ്രേറ്റ് ചെയ്യാൻ, ചെറിഷ് ചെയ്യാൻ, ആ അയ്യപ്പനെ ആഘോഷിക്കാൻ, അയ്യപ്പ ദർശനം ഏറ്റവും സുഗമമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാധ്യമങ്ങൾ ഇത്രയെങ്കിലും ശക്തമായ വിമർശനവും കാര്യങ്ങളും ഉന്നയിച്ചതുകൊണ്ടാണ് കുറെ കൂടെ സത്വരമായ നടപടികൾ തുടങ്ങിയത്. പോലീസ് പോലും ആദ്യം ദേവസ്വം ബോർഡിനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ വന്നു. പോലീസ് അയ്യപ്പന്മാർ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ആ കൽത്തൂണുകൾ ഭയങ്കരമായ ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ഇതൊക്കെ ആദ്യമേ ഡിസ്കസ് ചെയ്ത് പോലീസിന്റെ ഭാഗത്ത് മറ്റൊരു വിമർശനമുണ്ട്. ഈ വെർച്വൽ ക്യൂ സംവിധാനം 2022 മാർച്ച് മുതലാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഈ അവസാന നാളുകളിൽ കഴിഞ്ഞ വർഷം മുതൽ ആ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അതിനുശേഷം അവസാന ഘട്ടത്തിൽ ഇത്രയധികം സ്ലോട്ടുകൾ നൽകിയൊരു പ്രശ്നമുണ്ടായി. കാരണം 80,000-ന് മുകളിൽ സ്ലോട്ടുകൾ വെർച്വൽ ക്യൂ വഴി നൽകുന്നു. അതിനുശേഷം സാധാരണ ബുക്ക് ചെയ്ത് വരുന്ന, സ്പോട്ട് ബുക്കിംഗ് നടത്തി വരുന്നവരുണ്ട്, കാനനപാതയിലൂടെ കടന്നു വരുന്നവരുണ്ട്. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിവിധ മേഖലകളിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വീഴ്ച വരുത്തി എന്നുള്ളത് പോലീസിന്റെ ആരോപണമാണ്. അവർ പറയാതെ പറയുന്നുണ്ട്. അതെ, പോലീസുകാരത് പറയാതെ പറയുന്നുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അങ്ങ് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പം പോലീസുകാരുടെയും കൂടെ ഫീഡ്ബാക്ക് എടുക്കണം. കാര്യം പോലീസുകാരുടെയും കൂടെ സക്സസ്ഫുൾ ആയ സപ്പോർട്ട് ഇല്ലെങ്കിൽ നടത്താൻ കഴിയില്ല. കാര്യം ഇത്രയധികം ആൾക്കാർ വരികയാണ്. ക്രൗഡ് മാനേജ്മെന്റ് ഒന്നും ദേവസ്വം ബോർഡ് ഇരിക്കുന്നവർക്ക് വേണ്ട രീതി എക്സ്പെർട്ടീസ് കാണണമെന്നില്ല. കാര്യം അവർ ആ മേഖലയിൽ നിന്ന് വരുന്നവരല്ല. രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്നോ അമ്പല പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പം ക്രൗഡ് മാനേജ്മെന്റ് അടക്കമുള്ള പോലീസിന്റെ സ്കിൽസ് അവിടെയാണ്. പരസ്പരം സംഘർഷങ്ങളില്ലാതെ, മൂപ്പിളമ തർക്കങ്ങളില്ലാതെ വനം വകുപ്പിനെ, ഇനി വനം വകുപ്പിന്റെ സ്ഥലങ്ങൾ വേണം. ശബരിമലയിലുള്ള 50 ഏക്കറിൽ പരമുള്ള ഭൂമി മാത്രം പോരാ, കൂടുതൽ സ്ഥലം അവിടുത്തെ വികസനത്തിന് വേണം. എന്നാൽ വനത്തിന് ദോഷം ഉണ്ടാകുകയും ചെയ്യരുത്. അപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റിംഗ് ഫോഴ്സായി നിന്ന് ഹാർമണൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ദേവസ്വം ബോർഡ് കുറെ കൂടി ആക്റ്റീവായ റോൾ എടുക്കണം. അവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജി സുധാകരൻ സാർ ദേവസ്വം മന്ത്രിയായിരുന്നു. അപ്പോൾ പുള്ളി ആക്റ്റീവ്ലി ഇന്റർവ്യൂ ചെയ്തു. ഒരു മന്ത്രിക്കുള്ള പരിമിതി ഉണ്ടായിട്ട് പോലും ഒരുപാട് നല്ല ദേവസ്വം ബോർഡ്, പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഒരുപാട് നല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൈന്ദവ സംഘടനകളെ ശബരിമലയ്ക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നൊരു പ്രശ്നമാണ്. ഇപ്പം ശ്രീ കുമ്മനം രാജശേഖരന്റെ അടക്കം അയ്യപ്പ സേവ സമാജമുണ്ട്, അയ്യപ്പ സേവാ സംഘം ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. മാതാ അമൃതാനന്ദമയ മഠത്തിലുള്ള ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഒരു വലിയ ഊർജ്ജമാണ്. അതായത് ഇവര് സ്വന്തം സമയവും ഊർജ്ജവും എല്ലാം അയ്യപ്പന് വേണ്ടിയും അയ്യപ്പന്മാർക്ക് വേണ്ടിയും നൽകാൻ തയ്യാറാണ്. അപ്പൊ ആ എനർജി യൂസ് ചെയ്ത് കുറച്ചുകൂടെ ക്ലെൻലിനെസ്, കുറച്ചുകൂടെ ഫെസിലിറ്റി, ഇതെല്ലാം ദേവസ്വം ബോർഡിന് ചെയ്യാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ദേവസ്വം ബോർഡ് വിളിച്ച് എല്ലാവരും പോകും. വേറൊന്നുകൊണ്ടല്ല, ദേവസ്വം ബോർഡാണ് അവിടുത്തെ അതോറിറ്റി. അപ്പൊ ഹിന്ദു സംഘടനകൾ, അവരുടെ അന്നദാനം തുടങ്ങിയ പല കാര്യങ്ങളെയും അകറ്റിയെന്ന് വ്യാപകമായ വിമർശനമുണ്ട്, വ്യാപകമായ പരാതിയുണ്ട്. അതുകൂടി പരിഹരിക്കാൻ കഴിയണം എല്ലാ ഭക്തജന സംഘടനയും. അത് ഇടത് വലുത് ഭേദമന്യേ. പുണ്യം പൂങ്കാവനമൊക്കെ ഉദാഹരണമാണ്. പോലീസ് വളരെ ഭംഗിയായി വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇപ്പോൾ അത് നിലച്ചിട്ട് പുണ്യം പൂങ്കാവനം അതും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട
പലവിധ കാര്യങ്ങൾ ഭംഗിയായി നടന്നു വന്നിരുന്ന കാര്യങ്ങളിൽ ഇടപെടലുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അത് കോടതിയിലോട് പലതവണ ആവശ്യപ്പെട്ടും കോടതി സമ്മതിക്കുന്നില്ല. പമ്പയിൽ 2000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ കോടതി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലും അയ്യപ്പഭക്തന്മാരെ തടയേണ്ട സാഹചര്യം ഒരുങ്ങുകയാണ്. പല സ്ഥലങ്ങളിലും അയ്യപ്പഭക്തന്മാരോട് പോലീസിന് മോശമായി പെരുമാറേണ്ടിയും വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയാൽ അത് ഇല്ലാതാകും, ഒഴിവാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം തീർച്ചയായും പറയുന്നത് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളായിരിക്കും, പക്ഷെ അദ്ദേഹം നടത്തിയെടുക്കാനുള്ള ആളാണ്. അതായത് ശബരിമലയിലെ കാര്യങ്ങൾ പ്രധാനമായും നടത്തുന്നത് 3-4 ഏജൻസീസ് ആണ്. ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 പോലീസ്, വനം വകുപ്പിന്റെ ഒരു ഓവറോൾ വ്യൂ അവിടെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. കേരള ഹൈക്കോടതി, ശബരിമലയിലെ ഓഡിറ്റ് അടക്കം കേരള ഹൈക്കോടതി അടക്കം നോക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ തന്ത്രിമാരും മേൽശാന്തിയും പൂജാരിമാരും. അപ്പോൾ കാര്യങ്ങൾ വളരെ ആർജവത്തോടെ ചെയ്യേണ്ടതും ഹൈക്കോടതിയോട് കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആവശ്യങ്ങൾ പറയേണ്ടതും നടത്തിയെടുക്കേണ്ടതും ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ. പൊതുവെ നല്ല സംഘാടകരാണ് ദേവസ്വം ബോർഡിലേക്ക് വരുന്നത്, രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതുകൊണ്ട് നല്ല സംഘാടകർ വരും. അപ്പൊ അവർ കാര്യമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ? ഈ വരുന്ന സാധാരണ ഭക്തർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവർക്ക് പരമാവധി ഫെസിലിറ്റി, ഏറ്റവും കുറവ് നേരം ക്യൂ, പോണ വഴിക്ക് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും. ഇപ്പൊ ഹൈക്കോടതി ഞായറാഴ്ച പോലും ഒരു സ്പെഷ്യൽ സിറ്റിംഗ് നടത്തേണ്ടി വന്നു. രണ്ടായിരിക്കുന്നു ഓർമ്മയുണ്ട്, വിജയൻ സാറിന്റെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്റെ മുത്തശ്ശൻ കൂടിയായിരുന്ന കണ്ടർ മഹേശ്വരാണ്. അന്ന് ഞാൻ അവിടെ ശബരിമലയിലുണ്ട്. അപ്പോൾ അത് നന്നായി നടന്നു വന്നൊരു പദ്ധതിയാണ്. അതായത് അയ്യപ്പൻ മാലിന്യത്തിനെതിരാണ്, അയ്യപ്പൻ ഈ പ്ലാസ്റ്റിക് വിമുക്തമാക്കണം എന്നൊക്കെ നല്ല സന്ദേശങ്ങൾ എഴുതിയ കാര്യങ്ങളാണ്. ഇതെല്ലാം പലരെയും വെച്ച് നടത്തണ്ടേ? ഇവിടെ നമ്മൾ മാത്രം എല്ലാം ചെയ്താൽ മതി എന്ന് പറയാൻ പ്രത്യേകിച്ചത് ഒരു സ്കൂൾ കോളേജ് ഫെസ്റ്റിവൽ ഒന്നും അല്ലല്ലോ. ഒരാളോ ഒരു വിഭാഗമോ വിചാരിച്ചാൽ ഇത് നടക്കില്ല. ഒരുപാട് പേരുടെ ഊർജം, എനർജി, സമയം, അവരുടെ ഡെഡിക്കേഷൻ ഇതിനു വേണ്ടി കൊണ്ടുവരണം. അത് പോലീസിന്റെ വലിയൊരു സഹകരണം ആവശ്യമാണ്. ചിലപ്പോഴെങ്കിലും ദേവസ്വം ബോർഡും വനം വകുപ്പും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങളിൽ നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്നതിന് പകരം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്, വിശിഷ്യ ദേവസ്വം ബോർഡിനാണ്. അത്തരം ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നന്നാകുന്നത്. ഇനിയാണെങ്കിൽ പോലും അവരുടെ മുമ്പിൽ വലിയ അവസരമുണ്ട്. കാര്യം മകരവിളക്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ, മണ്ഡലകാലം കഴിയാറായി. ഇനിയും അടുത്ത 20 ദിവസത്തോളം, ജനുവരി 20 വരെ എങ്കിലും നട തുറന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആ 20 ദിവസങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തി ഇതുവരെയുള്ള വിമർശനങ്ങളെ അതിജീവിക്കാൻ അവർക്ക് കഴിയട്ടെ, പോസിറ്റീവായി മുമ്പോട്ടാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അതാണ് ഒരു മകരവിളക്ക്, മണ്ഡല മകരവിളക്ക് കാലം, അത് അതിൻ്റെ മകരവിളക്കൊക്കെ അടുത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ പറഞ്ഞതുപോലെ കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ ആധിക്യമുണ്ട്. പക്ഷേ എത്ര പേർ എത്തിയാലും അവരെ ഉൾക്കൊള്ളാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാനുമുള്ള ക്രമീകരണമാണ് അവിടെ വേണ്ടത്. അതിന് ഏകോപനത്തോടു കൂടിയുള്ള നീക്കം ദേവസ്വം ബോർഡ് പോലീസ് നടത്തേണ്ടതുണ്ട്. നന്ദി രാഹുൽ ഈശ്വർ, താങ്കളുടെ സാന്നിധ്യത്തിൽ